ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പടക്കം മേടിക്കാൻ പോവാണ് ഗൈസ്. പടക്കം. അപ്പോൾ ഈ ശ്രീരി വന്നു, കിച്ചു ഉണ്ട്, ഞാനുണ്ട്, ദേവിയുണ്ട്, അവനുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. രാവിലെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഉറക്കം വന്നിട്ടാണെങ്കിൽ ഭയങ്കര മൂഡ്. പക്ഷെ എന്നാലും നമ്മളവിടെ എത്തി. എങ്ങനെയൊക്കെ എത്തി, നേരെ അവിടെ നിറച്ച് തിരക്ക് കുറവായിരുന്നു. അത് കാരണം നേരെ ഒരു കൊട്ടെടുത്തു, അല്ല ബക്കറ്റ് എടുത്തു, എന്തിനാ ചതെടുത്തു. അവിടെ നേരെ നടന്നു, തപ്പി നടന്നു. നോക്കുമ്പോൾ നിറച്ച് പല സൈസിൽ, പല രീതിയിൽ, പല വർണ്ണത്തിൽ, പല സംഭവങ്ങൾ, പല പല പടക്കങ്ങൾ. പിന്നെ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി സാധനം, ഒരു മയിൽപ്പീലി സാധനം. എന്തിനാണ് എനിക്ക് സംഭവം ഇങ്ങനെ അറിയാം. ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ചക്കന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ മേടിച്ചു. വീട്ടിൽ പോയിട്ട് മയിൽപ്പീലി വർണ്ണാക്കാനാണ് അവൻ്റെ പ്ലാൻ. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ കമ്പിപ്പൂതിയുടെ ഒരു ഗമനീയ ശേഖരണം. വാവ്. പിന്നെ നോക്കിയില്ല, അവിടെ നിന്ന് എന്തൊക്കെയോ വരിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയോ കണ്ടു, അതും അവിടെ നിന്ന് വരിട്ടു. പിന്നെ മെയിൻ സാധനം ചിക്ക് ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഒരു 5-6 കൊണ്ട് വാരി എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഗുണ്ട് ഹൾക്കുണ്ടായിരുന്നു, വേൾഡ് വാർ 1 2 അങ്ങനെ എന്തുണ്ടായിരുന്നു. ഒക്കെ അടിപൊളി സാധനം, ഒക്കെ വലിച്ചു വരിട്ടു. അവിടെ നിന്ന് തെക്കോട്ടിരുന്ന് നോക്കിയപ്പോൾ ചെക്കനൊരു വലിയ പെട്ടി അമിട്ടൊക്കെ മേടിച്ചിട്ട് ആ കുഞ്ഞ് ബോക്സിൽ നിറയ്ക്കാൻ നോക്കണം. ഓഹ് വിഷമമായി എനിക്ക്. പക്ഷെ കയറ്റി അവൻ എങ്ങനെയൊക്കെയോ കയറ്റി. എന്താ ചെയ്യുക. തപ്പി നടന്ന സാധനം ഏറ്റവും അവസാനം കിട്ടിയത് ഓലപ്പടക്കം. അതൊരു 5-6 വാരി പറക്കിയിട്ടു. അവിടെ നേരെ ബില്ലടിക്കാൻ പോയി. ബില്ലടിക്കാൻ നിന്നപ്പോൾ ഒരുത്തൻ വിളിച്ചിട്ട് പറയുക, ഒരു കൊട്ടയും കൂടി വേണം, അവരിനിയും വേണം. പ്രാന്തൻ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ബില്ലടിക്കാൻ പോയി. ചേട്ടന്മാർ എണ്ണി ഓരോന്നും എടുത്ത് കവറിലിട്ട് തന്നു. നേരെ ഒരു ബില്ല് തന്നു. അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ 2 കിറ്റ് ഇങ്ങോട്ട് വന്നു. വാവ്, അതെൻ്റെ കിറ്റ് പറഞ്ഞു വരും. അതും എൻ്റെ കിറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, കെട്ടും വേണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഒന്നുമില്ല, അവിടെ നേരെ വണ്ടി കയറി നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.